സർ, നിർമ്മിത ബുദ്ധിയും റോബോട്ടിക് സൊല്യൂഷനും ഉപയോഗിച്ച് ചലനശേഷി നഷ്ടമായവരെ ചലനശേഷി വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ജി ഗേറ്റർ രാജ്യത്ത് ആദ്യമായി തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ സ്ഥാപിച്ചു. സർ, സമഗ്ര പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയതിന് ലോകാരോഗ്യ സംഘടനയുടെ അഭിനന്ദനം ലഭിച്ചു. ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പിന് ദേശീയ അന്തർദേശീയ തലത്തിൽ 28 പുരസ്കാരങ്ങളും ബഹുമതികളും ലഭിച്ചു. സർ, വൈദ്യശുശ്രൂഷ പൊതുജനാരോഗ്യ മേഖലയ്ക്കുള്ള പദ്ധതി വിഹിതം 2915.49 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. ഇത് മുൻവർഷത്തേക്കാൾ 97.96 കോടി രൂപ അധികമാണ്. സർ, പകർച്ചവ്യാധി നിയന്ത്രണത്തിന് 12 കോടി രൂപ മാറ്റിവെക്കുന്നു. കേരള എമർജൻസി മെഡിക്കൽ സർവീസസ് പ്രൊജക്ട് പദ്ധതിയിൽ 335 അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് 108 ആംബുലൻസുകളുടെ നടത്തിപ്പ് ചെലവിനായി 80 കോടി രൂപ വകയിരുത്തുന്നു. സർ, രക്താതിമർദ്ദം, ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങി പകർച്ചവ്യാധികളല്ലാത്ത രോഗം ബാധിച്ച നിർധനരായ രോഗികൾക്ക് റഫർ ആശുപത്രിയിൽ മികച്ച ചികിത്സ ലഭിക്കുന്നതിനായി പുതിയൊരു പദ്ധതി പ്രഖ്യാപിക്കുന്നു. ഇതിന്റെ ഭാഗമായി ആലപ്പുഴ, കോഴിക്കോട്, എറണാകുളം മെഡിക്കൽ കോളേജുകളിൽ ആധുനിക കാത്ത് ലാബ് സ്ഥാപിക്കുന്നതിന് 45 കോടി രൂപ വകയിരുത്തുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഹാർട്ട് ഫൌണ്ടേഷന് 10 കോടി രൂപ കാത്ത് ലാബിനായി അനുവദിക്കുന്നു. സർ, മേജർ സർക്കാർ ആശുപത്രിയിൽ ഘട്ടംഘട്ടമായി കാത്ത് ലാബ് സ്ഥാപിക്കൽ, നിലവിലുള്ള കാത്ത് ലാബുകളുടെ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ, തീവ്ര പരിചരണ വിഭാഗങ്ങൾ സ്ഥാപിക്കൽ എന്നിവയ്ക്കായി 3 കോടി രൂപ വകയിരുത്തുന്നു. സർ, ആരോഗ്യ വകുപ്പിന് കീഴിൽ 105 ഡയാലിസിസ് യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങൾക്കായി 13.98 കോടി രൂപ വകയിരുത്തുന്നു. ഡയാലിസിസ് യൂണിറ്റുകൾ ഇല്ലാത്ത ജില്ലാ ജനറൽ ആശുപത്രികളിലും 25 ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രികളിലും ഡയാലിസിസ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതാണ്. ഇതോടെ എല്ലാ ജനറൽ ആശുപത്രികളിലും എല്ലാ താലൂക്ക് ആസ്ഥാന ആശുപത്രികളിലും ഡയാലിസിസ് യൂണിറ്റുകൾ ആരംഭിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായി കേരളം മാറി. സർ, എറണാകുളം, തൃശൂർ, കണ്ണൂർ എന്നീ മെഡിക്കൽ കോളേജുകളിലും കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലും സ്ട്രോക്ക് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതാണ്. ഇതിനായി 21 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഇതോടെ എല്ലാ ജില്ലാ തല ആശുപത്രിയിലും സ്ട്രോക്ക് യൂണിറ്റ് സൌകര്യം ഉണ്ടാകുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായി കേരളം മാറും. സർ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഗ്നിറ്റീവ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ന്യൂറോ സയൻസിന്റെ തിരുവനന്തപുരം ഷൊർണൂർ സെന്ററുകൾക്കായി 7.34 കോടി രൂപ വകയിരുത്തുന്നു. സർ, NHMന്റെ സംസ്ഥാന വിഹിതമായി 465.20 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഇ ഹെൽത്ത് പ്രോഗ്രാമിന് വേണ്ടി 27.60 കോടി രൂപ വകയിരുത്തുന്നു. സർ, കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയുടെ അക്രഡിറ്റേഷനും ISO സർട്ടിഫിക്കേഷനും പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ഫേസ് 1 നിർമ്മാണത്തിനുമായി 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, ചരിത്രത്തിലാദ്യമായി കേരള സർക്കാർ മേഖലയിൽ 1020 പുതിയ BSc നഴ്സിംഗ് സീറ്റുകൾ അനുവദിച്ചു. സർക്കാർ മേഖലയിൽ പുതുതായി 8 നഴ്സിംഗ് കോളേജുകളും സിമറ്റിന്റെ കീഴിൽ 7 നഴ്സിംഗ് കോളേജിലും ഈ കാലഘട്ടത്തിൽ നമ്മൾ ആരംഭിക്കുകയുണ്ടായി. സർ, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്കാകെ വിഹിതമായി 532.84 കോടി രൂപ വകയിരുത്തുന്നു. സർ, കോഴിക്കോട്, കോട്ടയം, തൃശൂർ മെഡിക്കൽ കോളേജിലായി ഓങ്കോളജി ആൻഡ് ടേഴ്സറി കെയർ സെന്ററുകൾ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് 20 കോടി രൂപ വകയിരുത്തുന്നു. കൊല്ലം, കോട്ടയം, കണ്ണൂർ, മഞ്ചേരി, ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിൽ ഇൻവെൻഷണൽ റേഡിയോളജി ഉൾപ്പെടെ അത്യാധുനിക ഇമേജിംഗ് സൌകര്യങ്ങൾ ഒരുക്കുന്നതിനായി 15 കോടി രൂപ വകയിരുത്തുന്നു. സർ, സാമ്പത്തിക നില കണക്കിലെടുക്കാതെ എല്ലാവർക്കും സ്റ്റെംസെൽ മജ്ജ മാറ്റിവെക്കൽ ചികിത്സാ സൌകര്യം പ്രാപ്തമാക്കുന്നതിന് വേണ്ടി സർക്കാർ മേഖലയിൽ മജ്ജ മാറ്റിവെക്കൽ സംവിധാനം ഒരുക്കേണ്ടത് കാലത്തിന്റെ ആവശ്യമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ മജ്ജ മാറ്റിവെക്കൽ സൌകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ്. സർ, ക്യാൻസർ ചികിത്സ. സംസ്ഥാനത്ത് ക്യാൻസർ രോഗികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രാരംഭ രോഗനിർണയത്തിനും പരിചരണത്തിനുമായി 2025-26 ബജറ്റ് ഊന്നൽ നൽകുന്നു. മലബാർ ക്യാൻസർ സെന്ററിന് 35 കോടി, കൊച്ചി ക്യാൻസർ സെന്ററിന് 18 കോടി, RCCക്ക് 75 കോടി, മെഡിക്കൽ കോളേജ് ജില്ലാ താലൂക്ക് ആശുപത്രി വഴിയുള്ള ക്യാൻസർ ചികിത്സയ്ക്ക് 24.5 കോടിയും ഉൾപ്പെടെ 152.5 കോടി രൂപ ക്യാൻസർ ചികിത്സാ രംഗത്തിനായിട്ട് മാറ്റിവെക്കുന്നു. സർ, ആയുഷ് ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലുള്ള 130 ആശുപത്രികൾ, 818 ഡിസ്പെൻസറികൾ, 24 സബ് സെന്ററുകൾ എന്നിവയുടെ പ്രവർത്തനങ്ങൾക്കായി 50.93 കോടി മാറ്റിവെക്കുന്നു. ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധ പദ്ധതികൾക്കായി 43.72 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, ഹോമിയോപ്പതി വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് 23.54 കോടി രൂപ മാറ്റിവെക്കുന്നു. ശുദ്ധജല വിതരണവും മാലിന്യ നിവാരണവും. ശുദ്ധജല മേഖലയിലെ പ്രധാന ഏജൻസിയായ വാട്ടർ അതോറിറ്റിക്ക് 869.03 കോടി രൂപയും ജലനിധിക്ക് 53.57 കോടി രൂപ ഉൾപ്പെടെ ഈ മേഖലയ്ക്ക് 922.6 കോടി രൂപ ഉയർത്തുന്നു. ഇത് മുൻ വർഷത്തേക്കാൾ 15.5 കോടി രൂപ അധികമാണ്. സർ,
ജൽജീവൻ മിഷൻ പദ്ധതിയുടെ 25% സംസ്ഥാന വിഹിതം എന്ന നിലയിൽ കേരള വാട്ടർ അതോറിറ്റിയും ജലനിധിക്ക് 560 കോടി രൂപ മാറ്റിവെക്കുന്നു. കേന്ദ്ര വിഹിതം ലഭ്യമാകുന്നതനുസരിച്ച് അധിക സംസ്ഥാന വിഹിതം ലഭ്യമാകുന്നതാണ്. ജലജീവൻ പദ്ധതി 2028 വരെ നീട്ടിയത് കൂടുതൽ ഗുണകരമായി സംസ്ഥാനത്തിന് ഉപയോഗപ്പെടുത്താൻ നടപടി സ്വീകരിക്കും. സർ, ജലനിധിയുടെ മഴവെള്ള ഭൂഗർഭജല റീചാർജ് പദ്ധതികൾക്ക് 11.5 കോടി രൂപയും കമ്മ്യൂണിറ്റി നിയന്ത്രിത കുടിവെള്ള വിതരണ പദ്ധതികൾക്ക് സുസ്ഥിരതാ പിന്തുണ ഉറപ്പുവരുത്തുന്നതിനായി 29.61 കോടി രൂപയും വകയിരുത്തുന്നു. ഭവന നിർമ്മാണം. സർ, ലൈഫ് പദ്ധതി ഒഴികെ ഭവന നിർമ്മാണ മേഖലയിലെ പദ്ധതികൾക്ക് 70.65 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻ വർഷത്തെക്കാളും 13 കോടി അധികമാണ്. സർ, കൊച്ചി മറൈൻ ഡ്രൈവിൽ 2400 കോടി രൂപ ചെലവഴിച്ച് NBCCയുടെ സഹകരണത്തോടെ KSHB കേരള സ്റ്റേറ്റ് ഹൌസിംഗ് ബോർഡ് മറൈൻ എക്കോസിറ്റി എന്ന പദ്ധതി പൂർത്തീകരിക്കുന്നതാണ്. ഇതിൽ നിന്നും ഭവന നിർമ്മാണ ബോർഡിന് 3650 കോടി രൂപയുടെ അധിക വരുമാനവും പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള സഹായവും ലഭിക്കുന്ന തരത്തിലേക്കുള്ള വിപുലമായ പദ്ധതിയാണ്. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന് 52.42 കോടി വകയിരുത്തുന്നു. താഴ്ന്ന വരുമാനക്കാർ, സാമ്പത്തിക ദുർബല വിഭാഗങ്ങൾ തുടങ്ങിയവർക്ക് ഭവന നിർമ്മാണത്തിന് 3 ലക്ഷം വരെ സബ്സിഡി നൽകുന്ന ഗൃഹശ്രീ ഭവന പദ്ധതികളുടെ വിഹിതം 24 കോടിയായിട്ട് വർദ്ധിപ്പിക്കുന്നു. സർ, ജീർണാവസ്ഥയിലുള്ള MN ലക്ഷം വീട് പദ്ധതികൾ പുതുക്കുന്നതിനായി 10 ലക്ഷം കോടി രൂപ അധികമായിട്ട് അനുവദിക്കുന്നു. കേരള സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിന് 10 കോടി രൂപ അനുവദിക്കുന്നു. സർ, ലൈഫ് മിഷൻ ലൈഫ് ഭവന പദ്ധതിയുടെ 2016 മുതൽ 1-2 പിണറായി സർക്കാരിന്റെ കാലയളവിൽ 18,000 കോടി രൂപ അധികം ലൈഫ് ഭവനങ്ങൾ നിർമ്മിക്കുന്നതായിട്ട് ചെലവഴിച്ചിട്ടുണ്ട്. സമ്പൂർണ്ണ ഭവന പദ്ധതികൾ വിഹിതമായി ലൈഫ് മിഷന് 1160 കോടി രൂപ ഇപ്പോൾ വകയിരുത്തുന്നു. 80 കോടി രൂപ കഴിഞ്ഞ വർഷത്തെക്കാളും അധികമാണ്. സർ, സർ 2023 ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ച നഗര നയ കമ്മീഷൻ രൂപീകരിച്ചു. 10 പ്രധാന വിഷയമേഖലകൾ തിരിച്ച് കമ്മീഷൻ 2025 മാർച്ച് മാസത്തിൽ അന്തിമ റിപ്പോർട്ട് നൽകും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ എല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. സർ, നഗരവികസന പരിപാടിക്ക് 1986.32 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻവർഷത്തേക്കാൾ 58.88 കോടി അധികമാണ്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിക്ക് 180 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻവർഷത്തേക്കാൾ 15 കോടി അധികമാണ്. സർ, 60 ലക്ഷം തൊഴിൽ ദിനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഹരിത കേരളം മിഷന് കീഴിലുള്ള നഗരമാലിന്യ നിർമ്മാർജ്ജന ശുചിത്വ കേരളം പദ്ധതിക്ക് 20 കോടി രൂപ വകയിരുത്തുന്നു. കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്ട് KSWMPക്ക് 185 കോടി രൂപ വകയിരുത്തുന്നു. വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട DPR പൂർത്തീകരണത്തിനും കുടിയൊഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികളുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള പശ്ചാത്തല സൌകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി ട്രിഡയ്ക്ക് 7 കോടി രൂപ വകയിരുത്തുന്നു. കൊച്ചി വിശാല കൊച്ചി വികസന അതോറിറ്റി മുഖേന നടപ്പിലാക്കുന്ന 100 കിടക്കകളുള്ള ശ്രീ ഹോസ്റ്റലിന്റെ നിർമ്മാണമടക്കം വിവിധ പ്രവർത്തനങ്ങൾക്ക് 5 കോടി രൂപ വകയിരുത്തുന്നു. അമൃത് പദ്ധതിയുടെ സംസ്ഥാന വിഹിതമായി 300 കോടി വകയിരുത്തുന്നു. വാർത്താവിതരണവും പ്രചരണവും മേഖലയ്ക്കായി 44 കോടി രൂപ വകയിരുത്തുന്നത് മുൻ വർഷത്തേക്കാൾ 6.8 കോടി രൂപ അധികമാണ്. സർ, പരസ്യ കുടിശ്ശികകൾ തീർക്കാനും പുതിയ പരിപാടികൾക്കുമായി 30 കോടി രൂപ PRDക്ക് അധികമായി അനുവദിക്കുന്നു. സർ, പ്രസ് അക്കാദമിക്കായി 7.5 കോടി രൂപ അനുവദിക്കുന്നു. സർ, സംസ്ഥാന മാധ്യമ അവാർഡുകളുടെ സമ്മാനത്തുക ഇരട്ടിയാക്കും. സർ,